വോട്ട് കിട്ടുക, അധികാരത്തിൽ വരിക, 5 വർഷമേ നമുക്ക് ഭരിക്കാൻ അനുവദിക്കുന്നുള്ളൂ. അപ്പൊ ഈ 5 വർഷം കഴിഞ്ഞ ഇലക്ഷനിൽ സമൂഹത്തെ ഈ വോട്ട് കിട്ടാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ പ്ലീസ് ചെയ്യാം, ആരെ പ്ലീസ് ചെയ്യണമെന്ന് ഇവർക്കറിയാം. കാരണം എനിക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ഇന്ന കമ്മ്യൂണിറ്റിയെ പ്ലീസ് ചെയ്താൽ എനിക്ക് ഇത്ര വോട്ട്. അത് ഈസി മണി എന്ന് പറഞ്ഞ പോലെയാണത്. ഈസി ആയിട്ടുള്ള പണിയാണ്. ഇപ്പൊ ആരെയാണ് പിടിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് അവർക്ക് ധാരണയുണ്ട്. ആരെയാ പറഞ്ഞ മനസ്സിലായില്ലേ? മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഒരുപാട് ആളുകളെ കുറിച്ചിട്ട് നമുക്ക് ഇതിനോടകം തന്നെ അറിയാം. അവരുടെ പ്രകടന പത്രികയിൽ പോലും സ്വർഗത്തിലേക്കുള്ള അത് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടതാണെന്നുള്ളതാണ്, നിരന്തരമായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ സന്തോഷ് ജോർജ് കുളങ്ങര കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളതാണ്. ഞാൻ ഇനി ഒരു ചെറിയ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇതിലെ ആളുകളുടെ മുഖം ഞാൻ എന്തായാലും ഒന്ന് ബ്ലറാക്കുന്നുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. അവര് ഇപ്പൊ ഖേദിക്കുന്നുണ്ടാവും ഇത്തരം വാക്കുകൾ പറഞ്ഞതിനെ. ഒന്ന് കേട്ടോള്. കുട്ടികളാണ്. അപ്പൊ നിങ്ങള് കോണിക്ക് വോട്ട് ചെയ്യുക. പി കെ നവാസ് എംഎസ്എഫിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്, ഞങ്ങൾക്ക് അടുത്തറിയുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വോട്ട് ചെയ്യാം. പിന്നെ ഈ UDF അധികാരത്തിൽ വന്നാലുള്ള കാര്യങ്ങൾ ഒന്ന് നമ്മൾ സ്ത്രീകൾക്ക് വലിയ ഗുണമാണ്. നമുക്കിപ്പോ എവിടെ യാത്ര ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് കുട്ടികളോടോ ഭർത്താവിനോടോ വാപ്പനോടോ ആരോടും ലൈഫ് വാങ്ങാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ എവിടേക്കും പോവാം. വലിയൊരു സുഖമല്ലേ അല്ലേ? പിന്നെ നിങ്ങളെ വീട്ടിൽ ഇപ്പൊ നിങ്ങൾക്ക് മക്കളോ പേരക്കുട്ടികളൊക്കെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ആ കുട്ടികൾക്ക് എല്ലാ മാസവും 1000 രൂപ ഉണ്ടാവും. പിന്നെ ക്ഷേമ പെൻഷന് 3000 രൂപയായിട്ട് ഉയർത്തും. ഇപ്പൊ പലപ്പോഴും കുറച്ച് വയസ്സായ ആളുകൾക്ക് മക്കളോടൊക്കെ ചോദിക്കാൻ മടിയുണ്ടാവും അല്ലെ? അസുഖം വന്നാൽ മരുന്ന് വാങ്ങാന്, അങ്ങനെ പേരക്കുട്ടികൾ വരുമ്പോൾ ഓരോ കയ്യിൽ എന്തെങ്കിലും കൊടുക്കാനൊക്കെ നമ്മളെ കയ്യിലൊരു പൈസ ഉണ്ടെങ്കിൽ അതൊരു കരുത്തല്ലേ. അപ്പോ മാത്രമല്ല ഇപ്പൊ പലർക്കുള്ള പ്രശ്നം എന്താണ്, കുട്ടികൾ ഇഷ്ടം പോലെ പഠിക്കും, പക്ഷെ ജോലിയില്ല. ഇനി ജോലിക്ക് പോയാലോ ശമ്പളമില്ല. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ബിസിനസ് ചെയ്യാനാണ് ചിന്തിക്കലേ. പക്ഷെ ബിസിനസ് ചെയ്യാൻ പാവപ്പെട്ട കുടുംബത്തിലെ ആൾക്ക് കഴിയോ ഇല്ല, പൈസ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് 5 ലക്ഷം രൂപ പലിശ ഇല്ലാതെ വായ്പ കൊടുക്കുകയാണ്. അപ്പൊ പലിശ കൂടുതലോ അത് തിരിച്ചടക്കില്ലോ എന്നുള്ള ടെൻഷൻ വേണ്ട. മാത്രമല്ല ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ എന്താ, നമുക്ക് തിന്നാനും കുടിക്കാനൊക്കെ പൈസ ഉണ്ടാവും. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിയില്ലേ, ഒരു ക്യാൻസറോ അല്ലെങ്കിൽ കിഡ്നി പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടുകാരും ആകെപ്പാട് നെഞ്ഞിത്തടിക്കാം. 25 ലക്ഷം രൂപ ഉമ്മൻചാണ്ടിയുടെ പേര് ഇൻഷുറൻസ് കിട്ടാൻ പോവാണ്. അപ്പൊ പിന്നെ നമുക്ക് മറ്റുള്ളവരുടെ കയ്യിൽ വെക്കണ്ട, എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആളുകളെ വിളിച്ച് പൈസ കടം ചോദിക്കേണ്ട, നമുക്ക് സമാധാനമായി. ഇങ്ങനെ നോക്കി എല്ലാ തരത്തിലും നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രൊജക്ടുകൾ, ഏറ്റവും നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ UDF അധികാരത്തിൽ വന്നാൽ കിട്ടാൻ പോകുമ്പോൾ UDFന് വിജയിപ്പിക്കുക എന്നുള്ളതാണോ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ വോട്ട് ചെയ്യുന്നവരാ, നിങ്ങൾ എന്ത് ചെയ്യണോ, ഇത് ഒറ്റ സ്ഥലമുള്ളൂ, നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള ആളുകളോട് വോട്ട് ചെയ്യാൻ വേണ്ടി പറയണം. അറിയില്ലേ? നിങ്ങൾ ഒറ്റക്ക് ചാടിയാ പോരാ, കൂട്ടത്തിൽ 4 ആളെ കൂടി പിടിച്ചങ്ങ് ചാടിക്കണം എന്നാണ് താത്ത വന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും ഫ്രീ ആയിട്ട് ഇങ്ങനെ സൗജന്യ യാത്രയാണ്. ഇപ്പൊ എല്ലാ മുക്കിലും മൂലയിലും പ്രിയദർശിനി ബസ്സാണല്ലോ. അതൊന്ന് 5 ലക്ഷം എവിടെയാണ് ചാച്ചി താത്ത ലോണ് കൊടുക്കുന്നത്? ഞാൻ കുറെ അന്വേഷിച്ചു, എവിടെയും കിട്ടാനില്ല. 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെ ഒരുപാട് കാര്യങ്ങൾ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു എന്നുള്ളതാണ്. നമുക്ക് വീണ്ടും സന്തോഷ് ചേട്ടനിലേക്ക് തന്നെ വരാം. എനിക്ക് ഇന്ന കമ്മ്യൂണിറ്റിയെ മൊത്തമായിട്ട് അങ്ങ് സുഖിപ്പിച്ചാൽ ഇത്ര വോട്ട് കിട്ടുമെങ്കിൽ പിന്നെ ഓരോ വീട്ടിൽ കയറി വോട്ട് മേടിക്കണ്ട. അപ്പൊ പണി എളുപ്പമാ. എന്റെ ആശയം പറഞ്ഞിട്ട് വോട്ട് മേടിക്കണ്ട, എന്റെ വിഷൻ പറഞ്ഞിട്ട് വോട്ട് മേടിക്കണ്ട, ഭാവി കേരളത്തിലേക്ക് നടപ്പാക്കാനുള്ള പദ്ധതികളും സ്വപ്നങ്ങളും പറഞ്ഞിട്ട് എനിക്ക് വോട്ട് മേടിക്കണ്ട. എനിക്ക് ഏറ്റവും എളുപ്പം ഒരു കമ്മ്യൂണിറ്റിയെ അങ്ങ് സുഖിപ്പിക്കുകയോ ഒരു കമ്മ്യൂണിറ്റിയെ വെറുപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വോട്ട് കിട്ടുമെന്നുള്ള ഒരു സംവിധാനം. അതല്ലേ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തും കേരളത്തിലും ഒക്കെ നടന്നു വരുന്ന രീതി. അത് കമ്മ്യൂണലായി മാറി പൊളിറ്റിക്സ്. ഈ ചിഹ്നത്തിന് വോട്ട് ചെയ്താൽ സ്വർഗത്തിൽ പോകാമെന്ന് കേരളത്തിൽ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു സാമുദായിക പാർട്ടിയാണ് കേട്ടോ, അല്ലെ? ഒരൊറ്റ പാർട്ടി. അവരുടെ മുന്നണിയിൽ നിൽക്കുന്ന ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളും ഇത് തന്നെയാണ് പറയുന്നത്. സ്വർഗത്തിന്റെ കവാടം തുറന്നു കിട്ടാൻ ഇതിലങ്ങ് കുത്തിയാ മതി എന്നുള്ളത്. കാലം പോയൊരു പോക്കെ. എന്തായാലും UDFന്റെ ഭരണം നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വെള്ളപ്പൊക്കവും ലാൻഡ് സ്ലൈഡും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒരു പ്രവർത്തനം നിങ്ങളൊന്ന് വിലയിരുത്തിയിട്ടൊന്ന് കമന്റ് ഇടണം കേട്ടോ. കഴിഞ്ഞില്ല. ഇനി സ്ത്രീകൾക്കാണ് എല്ലാ ഗുണങ്ങളും കിട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ താത്തയൊക്കെ വോട്ട് പിടിച്ചത്. ആ സ്ത്രീകൾക്ക് കിട്ടിയ ഗുണങ്ങളെ കുറിച്ച് കൂടി ഒന്ന് കേട്ടോണേ. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക.
ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോഴോ? ആരാടാ കൈയടിച്ചത്? ഏതവനാടാ കൈയടിച്ചത്? ഏതെങ്കിലും കേരളത്തിലുള്ള സ്ത്രീകൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞോ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ സംവിധാനം വേണമെന്നുള്ളത്? പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു പരിപാടി അല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് ഉണ്ടാക്കിയത് ഇവിടെയുള്ള ജനങ്ങളുടെ നികുതി പണം കൊടുത്താണ് ഉണ്ടാക്കുന്നത്. ആ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ അവകാശപ്പെട്ടവർ തന്നെയാണ് ഇവിടെയുള്ള ഓരോ വ്യക്തികളും. നിങ്ങൾ സ്ത്രീകൾക്ക് ഒരു സൗജന്യ പദ്ധതി നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അത് ആ സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതാ. നിങ്ങളുടെ ആരുടെ അടുക്കളയിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നൊന്നല്ലല്ലോ. നികുതി പണം കൊണ്ട് തന്നെയല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. താങ്കൾ നീ എന്ത് മാപ്പ് പറഞ്ഞിട്ടും കാര്യമില്ല. താങ്കളുടെ വായിൽ നിന്ന് വന്ന ഈ വാക്കുകൾ ഉണ്ടല്ലോ, എന്റെ പൊന്നു ചേട്ടാ, ഇങ്ങനൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലായിരുന്നുള്ളതാണ്. അതായത് ഓസിന് കിട്ടിയാൽ ഓയിൽമെന്റ് ഇവിടെ ചില ആളുകൾ കഴിക്കും എന്ന രീതിയിലാണ് നിങ്ങൾ പറയുന്നത്. ഊളത്തരമാണ് ചേട്ടാ, ഊളത്തരം. പിന്നെ ഏത് സ്കൂൾ പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. സ്ത്രീകൾ പ്രിയദർശിനി ബസ്സിൽ സൗജന്യ യാത്ര ചെയ്യുന്നുണ്ടെന്ന് കരുതിക്കൊണ്ട് അത് താങ്കൾ ഔദാര്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താങ്കൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി അല്ലേ? ഈ മൂന്ന് കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ മൂന്ന് കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് പറയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. ആരാണ് ഇതിന് കൈയടിക്കുന്നത് മനസ്സിലാവാത്തത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പ്രൈവറ്റ് ബസ്സിൽ ഇപ്പോ ആണുങ്ങൾക്ക് യാത്ര ചെയ്യാന് KSRTC അപേക്ഷിച്ച് വളരെ കുറവാണ്. പറയുമ്പോ എല്ലാം പറയണല്ലോ, പൈസ കുറഞ്ഞ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുന്നു. എത്ര പ്രിയദർശിനി ബസ് ഉണ്ട് കേരളത്തിൽ? ഈ മലപ്പുറം ജില്ലയിൽ എത്ര ഉണ്ട്? മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളുണ്ട്. 25 ലക്ഷത്തിന് മുകളിൽ സ്ത്രീകളുണ്ട്. അവർക്ക് എവിടെയാണ് പ്രിയദർശിനി ബസ്സുകൾ ഉള്ളത്? 1-2 ബസ് ഇട്ടിട്ട് നിങ്ങൾ കളിക്കുകയാണോ? ഇനി 10 ബസ് ഉണ്ടോ? ഇതൊക്കെ ഊളത്തരാണ്, ഊളത്തരം. അധികാരത്തിൽ കയറ്റിയിരുത്തിയ ജനങ്ങള് പഠിക്കുന്നുണ്ടല്ലോ, അത് മതി. ഇവിടെ തീർച്ചയായിട്ടും ജനങ്ങൾ പഠിക്കണം. ഇവിടെ ഒരുപാട് ഡയലോഗ് അടിച്ചിട്ടാണ് കയറി വന്നിട്ടുള്ളത്. അത് ചെയ്യും ഇത് ചെയ്യുന്നുള്ളത്. അവസാനം അതും ഇതും ചെയ്ത് നിങ്ങൾക്ക് ഔദാര്യമായിട്ട് ഇട്ട് തന്നതാണെന്ന് പോലും നാളെ പറയുന്നുള്ളതാണ്. എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ദയവ് ചെയ്ത് ഇവരെ പോലെയുള്ള ആളുകൾ അധികാരത്തിൽ കയറ്റരുത്. കാരണം തന്നത് ഔദാര്യമാണെന്ന് പറയുന്ന ഈ ഡയലോഗ് അടികൾ ഉണ്ടല്ലോ, അത് നമുക്ക് വേണ്ടടോ, വേണ്ട. പിന്നെ വേറൊരു ചേട്ടായിണ്ട്, നൊണേശേട്ടൻ. സത്യത്തിൽ ഓരോ ദിവസവും അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെ മാറ്റി 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില ചാനൽസ് പറയും VD സതീശൻ എക്സ്ക്ലൂസീവ് ന്യൂസ് എന്നുള്ളത്. അത് മാറ്റി പറയും. VD സതീശൻ എക്സ്ക്ലൂസീവ് നുണാസ് എന്ന് പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.